സ്വർണം മണപ്പുറം ലോക്കറിൽ വെച്ച് ഞാനും അങ്ങനെ സ്മാർട്ടായി. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ടാണ്. കോവിഡ് കാലത്ത് വിതരണം ചെയ്യാൻ ലഭിച്ച ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യാതെ നശിച്ചെന്നാരോപിച്ച് CPM DYFI പ്രവർത്തകർ ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. രാവിലെ 11ഓടെയാണ് സംഭവം. തിങ്കളാഴ്ച രാവിലെയാണ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ വിശ്രമ മുറിയിലാണ് അരി, കടല, ഉപ്പ് തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗശൂന്യമായ നിലയിൽ കിടക്കുന്നത് CPM പ്രവർത്തകർ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ വിതരണത്തിനെത്തിയ ഭക്ഷ്യവസ്തുക്കൾ പുഴുവരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെയാണ് ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിലും അവശ്യവസ്തുക്കൾ നശിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് സ്ഥലത്തെത്തിയ CPM DYFI പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം വിളികളുമായി ഉപരോധ സമരം ആരംഭിക്കുകയായിരുന്നു. കോവിഡ് മൂലം ദുരിതത്തിലായ ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ ലഭിച്ച വസ്തുക്കളൊന്നും അധികൃതരുടെ അനാസ്ഥയാണ് സംഭവത്തിന് പിന്നിലെന്നും സമരക്കാർ ആരോപിച്ചു. കോവിഡ് മൂലം ദുരിതത്തിലായ ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ ലഭിച്ച വസ്തുക്കളാണെന്നും അധികൃതരുടെ അനാസ്ഥയാണ് സംഭവത്തിന് പിന്നിലെന്നും സമരക്കാർ ആരോപിച്ചു. വിവരമറിഞ്ഞ് എടക്കര SI-മാരായ K. രാംദാസ്, അബൂബക്കർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ചിട്ടുണ്ടെന്നും സമരക്കാർ ആരോപിച്ചു. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഇവർ ആരോപിച്ചു. തുടർന്ന് പ്രവർത്തകർ ചുങ്കത്തറ ടൗണിൽ പ്രകടനവും നടത്തി. CPM ലോക്കൽ കമ്മിറ്റി അംഗം C. അർഷാദ്, ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ഷിഹാബ്, CITU പഞ്ചായത്ത് സെക്രട്ടറി നിസാർ എന്നിവർ നേതൃത്വം നൽകി. തത്സമയ നോട്ടിഫിക്കേഷനായി മലാല ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.